പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്ത് എത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ, കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി
നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തു. നിന്നെ സന്ധിക്കട്ടെ ദൈവവേദലെ. മനസ്സ്, ശരീരം, ആരോഗ്യം, ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കള് ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും, നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ, പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിൻ്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്വരം നീക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയണത് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് ഉടമ്പടി. ഉടമ്പടിയിൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, അതായത് പ്രാവീണ്യം, നൈപുണ്യം എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ അകത്തൊരു ഞാൻ അനുതാപത്തെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത്. ഇന്ന് പറയാൻ പോണത് ഇതിൻ്റെ പ്രൊഫഷണലിസമാണ്. പക്ഷെ എന്ന് പറയുമ്പോൾ മിടുക്ക്, കാര്യക്ഷമത എന്നൊക്കെ പറയും. ഉടമ്പടി മിടുക്കോട് ചെയ്യുന്നതും മിടുക്കുള്ള ഉടമ്പടി ജീവിതം, കാര്യക്ഷമമുള്ള ഉടമ്പടി ജീവിതം. അതെന്താണ്? ആദ്യം നമ്മൾ ചെയ്തത് അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതാണ് എൻ്റെ എക്സ്പെർട്ടൈസേഷൻ. പ്രൊഫഷണലിസം പറയുന്നത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാനാണ് അതിൻ്റെ അകത്ത് പ്രൊഫഷനായിട്ടുള്ളത്. അത് ബൈബിളിൻ്റെ ഡൈനാമിക്സ് പ്രിൻസിപ്പിളാണ്. എന്താണ് ഈശോ പറഞ്ഞില്ലേ, നിത്യജീവൻ പ്രാപിക്കാൻ പോലും ഉടമ്പടിയാണ് പ്രോബലാണുള്ളത്. എന്താണ്? നീയും പോയി അതുപോലെ ചെയ്യുക. അതല്ലേ ലൂക്ക 10:37. യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക. അതാണ് വിഷയം. ഓക്കെ, ഇതിന്റെ പ്രൊഫഷണൽസ് ഇരിക്കണതാണ്. നീയും പോയി അതുപോലെ ചെല്ലുക എന്നല്ല. എന്താ വേണ്ടത്? നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി പോരും. അനുദിന ജീവിതമാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? അവൻ പറയണ പോലെ ചെയ്യുക. ചെയ്തോളാമെന്നാണ് നമ്മൾ ഉടമ്പടി എടുക്കണത്. ഇനി അത് അനുദിന ജീവിതം. വീഞ്ഞില്ല, വീടില്ല, ജോലിയില്ല, വിവാഹം നടക്കണില്ല, മക്കളില്ല എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതം. നിത്യജീവിതം എന്താ? ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറയും, നിനക്ക് എല്ലാത്തിനും ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോൾ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ ആരാണ് എൻ്റെ അയൽക്കാരൻ? അവൻ ചെയ്യും. അപ്പോൾ പറയും, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അവസാനം ഈശോ പറയും, ഇതിൽ ആരാണ് അയൽക്കാരൻ? അപ്പോൾ പറയും, ആ സമരക്കാരനല്ലേ ആ രക്തപഗ്രഹ മരണവേദന അനുഭവിച്ച മനുഷ്യനെ സത്യത്തെ കൊണ്ടുപോയത്, അപ്പം അവനാണ് അയൽക്കാരൻ. അപ്പോൾ ഈശോ പറയും, നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതാണ്. അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും ഇതിൻ്റെ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെല്ലുകയല്ല, ചെയ്യുകയാണ്. ആര് കൃത്യമായിട്ട് വചനാധിഷ്ഠിതമായിട്ട് ചെയ്യുന്നുവോ അതിനാണ് ഇതിൻ്റെ അകത്ത് വരുന്ന മിടുക്ക് വരണം. അവനാണ് മിടുക്ക് വരണത്. അതിലാണ് അതിൻ്റെ അകത്ത് വരുന്ന ഉടമ്പടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ദൈവത്തിനും അമ്മയ്ക്കും ഒരു കോടി നന്ദി. എൻ്റെ പേര് ഷൈനി, ഇത് അലീന എൻ്റെ മകളാണ്. ഞങ്ങൾ ബാംഗ്ലൂർ സെൻറ് തോമസ് ഫെറോന ചർച്ചിൽ നിന്നും വരുന്നു. ആ ഇടവകയിലെ അംഗങ്ങളാണ്. 2019 കോവിഡ് കാലത്താണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. എൻ്റെ ഫ്രണ്ടാണ് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ 2019 തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. കൃപാസനത്തിലെ ശുശ്രൂഷകളൊക്കെ ഓൺലൈൻ വഴി കൂടിയിരുന്നു. അതിൽ മകനും മകളും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോന് BTech ഫൈനൽ ഇയർ ആയിരുന്നു. ജോലി എന്നുള്ളത് കിട്ടോ ഇല്ലയോ, എന്താ വെച്ചാൽ ക്യാമ്പസ് സെലക്ഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ക്യാമ്പസിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഓൺലൈനിലൂടെ അവൻ
ക്യാമ്പസ് സെലക്ഷനിൽ തന്നെ അവന് ജോലി കിട്ടി, മാതാവ് അനുഗ്രഹിക്കുകയുണ്ടായി. അതിനുശേഷം 2020 ഞാൻ ഒക്ടോബർ 10 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടിയിൽ ഞാൻ വെച്ച ഏറ്റവും വലിയ ഒരു നിയോഗം സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളതാണ്. പിന്നെ വെച്ച നിയോഗങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ അതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വീടിന് വേണ്ടിയുള്ള നിയോഗമായിരുന്നു ഞാൻ അന്ന് വെച്ചതിൽ ഏറ്റവും വലിയ നിയോഗം. അത് നടക്കുമോ എന്നുള്ളത് എനിക്ക് സ്വപ്നത്തിൽ പോലും നടക്കുമോ എന്നുള്ളത് ഇല്ലായിരുന്നു. കാരണം അതിന് അസാധ്യമായൊരു കാര്യമായിരുന്നു. പക്ഷേ അന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പിന്നത്തെ ആഴ്ച തന്നെ അവിടെ നാട്ടിൽ വീട് വയ്ക്കാം, ബാംഗ്ലൂർ വീട് വേണ്ട എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു നമുക്കിവിടെ സൈറ്റ് നോക്കാം. സൈറ്റ് നോക്കി 3 മാസത്തിനുള്ളിൽ നമ്മൾ അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ 2022 ഞാൻ 2 പ്രാവശ്യം ഉടമ്പടി എടുത്തോടുകൂടെ ആ സൈറ്റും അതിൻ്റെ തൊട്ടടുത്ത സൈറ്റും നമ്മൾ വാങ്ങേണ്ടായി. സൈറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ പാപ്പരവസ്ഥയിൽ വീട് വയ്ക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമായി. അങ്ങനെ 2023 അഖണ്ഡ ജപമാല കൂടാൻ വന്നു. അഖണ്ഡ ജപമാല കൂടിയതിന് ശേഷം ഒരു ആത്മധൈര്യമൊക്കെ വന്നു. അങ്ങനെ ആ വർഷം ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം 2:30 ഞാനും മോളും കൂടി കൃപാസനത്തിലത്തെ കല്ലും ഉപ്പും കാശുരൂപവും കൊണ്ട് ആ സൈറ്റിൽ കൊണ്ടിട്ടു, പ്രാർത്ഥിച്ചു. അതിനുശേഷം 2024 ജാനുവരിയിൽ ഞങ്ങൾ ജാനുവരി 7 നമ്മൾ വീടിന് അഡ്വാൻസ് കൊടുത്തു. ആ വീടിന് അഡ്വാൻസ് കൊടുത്തതിന് ശേഷം പിന്നെ ആ മാസം തന്നെ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അമ്മച്ചി മരിക്കുകയുണ്ടായി. പിന്നെ കുറച്ച് സമയത്തായി. പിന്നെ 2024 ഏപ്രിലിൽ പത്രം കൊടുക്കാനായിട്ട് പള്ളികളിൽ പോകുന്ന പതിവുണ്ട്. ഉണ്ണിമിശ പള്ളിയിലും ശിവാജി നഗർ പള്ളിയിലും ബാംഗ്ലൂരുള്ള കൊടുക്കാറുണ്ട് നമ്മൾ. അതുപോലെ തന്നെ അടുത്ത വീടുകളിലും ഒക്കെ പത്രം കൊടുക്കാറുണ്ട്. അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന ദിവസം ശിവാജി നഗർ പള്ളിയിൽ പോകാമെന്നുള്ളത് ഉണ്ണിമിശ പള്ളിയിൽ പോകേണ്ട ദിവസമായിരുന്നു. തെറ്റി ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ശിവാജി നഗർ പള്ളി പോകാമെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം സ്വപ്നം കണ്ടിരുന്നു. കൃപാസനച്ച എന്നെ വന്ന് അനുഗ്രഹിക്കുന്നത്, ഒന്ന് വീട്ടിൽ വെച്ചും ഒന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചും എന്നെ അനുഗ്രഹിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ സ്വപ്നം മാത്രമായിരിക്കും അത്. കാരണം ഒരു സാധ്യതയില്ല ഞാനിവിടെ വന്ന് അച്ഛൻ എന്നെ അനുഗ്രഹിക്കാൻ സാധ്യതയില്ല. കാരണം എന്തുകൊണ്ടെന്ന് കാണിക്കും, അതിന് ഇവിടെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാരണവശാലും അച്ഛൻ്റെ അനുഗ്രഹം കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പത്രം കൊടുക്കാൻ പോയപ്പോൾ, അത് തെറ്റിപ്പോയതാണ്. അന്ന് ശിവാജി നഗർ പള്ളിയിലെ കന്നഡ മാസക്കൂടി പത്രം കൊടുക്കാൻ നിൽക്കുമ്പോൾ അച്ഛനും കൂടെ ഇവിടെയുള്ള ജോമോളും അതുപോലെ തന്നെ പാട്ടും പാടിയത് വിജയകുമാർ സാർ എല്ലാവരും ഉണ്ടായിരുന്നു. പള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ കുർബാന കഴിഞ്ഞ് പത്രം കൊടുക്കാനായിട്ട് പള്ളിയുടെ മുൻപിൽ എൻ്റെ കൂട്ടുകാരിയും ഞാൻ പള്ളിയിലേക്ക് പോകുന്ന റോട്ടിൽ നിന്നും പത്രം കൊടുത്തു. പത്രം കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്നും കയറി വന്ന ഒരാൾക്ക് വിനിത പത്രം കൊടുത്തു. എൻ്റെ ഫ്രണ്ട് പത്രം കൊടുത്തു. പത്രം കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു, ചിരിച്ചിട്ട് പോയി, വാങ്ങിയില്ല. ആൾ പള്ളിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ കൂടെ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നു. അച്ഛൻ നേരെ വന്ന് അവളെ അനുഗ്രഹിച്ചു. സന്തോഷം കൊണ്ട് അവൾ പറഞ്ഞു, അച്ഛൻ എൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടെന്ന്. അത് ഇവൾ പറയുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ എന്നെ കണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലത്തായിരുന്നു ഞാൻ പത്രം കൊടുക്കണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ അപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി നന്ദി പറഞ്ഞു. ആ നന്ദി പറഞ്ഞത് അച്ഛൻ ഏപ്രിൽ 9 ഉടമ്പടി ധ്യാനത്തിൽ പറയേണ്ടായി. അതിനുശേഷം അച്ഛൻ അനുഗ്രഹിച്ചപ്പോൾ ആത്മവിശ്വാസമായി. പിന്നത്തെ മെയ് 7 വീടിൻ്റെ കല്ലിട്ടു. വീടിൻ്റെ കല്ലിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ പണികൾ ഓരോന്നോരോന്നായി വരികയായി. അപ്പോൾ മകന് ജോലി കിട്ടിയത് കൊണ്ടും അവൻ IT ഫീൽഡിലാണ് ജോലി കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് LICയിൽ നിന്ന് ലോൺ കിട്ടേണ്ടായി. ലോൺ കിട്ടാതെ വീട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെ ലോൺ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും മാതാവ് അവൻ അത്ര പെട്ടെന്ന് ജോലി കൊടുത്തതെന്ന് തോന്നുന്നു. അങ്ങനെ ലോൺ കിട്ടി, LICൻ്റെ ലോൺ കിട്ടി. നമ്മൾ വീട് പണിയാൻ തുടങ്ങി. വീട് പണി തുടങ്ങി ഒരു 2025 ഓഗസ്റ്റ് 17 നമ്മുടെ വീടിൻ്റെ ഹൗസ് ബ്ലെസ്സിങ് നടന്നു. സെപ്റ്റംബർ 7 ഹൗസ് വാമിങ്ങും നടന്നു. ആ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡിസംബർ 7 കൊണ്ട് കൃപാസനത്തിലെ കല്ലിട്ടത് കൊണ്ടാവണം എല്ലാ പ്രധാന കാര്യങ്ങളും 7 നടന്നത്. ഫസ്റ്റ് വാർക്ക് നടന്നതും എല്ലാം 7 അതെങ്ങനെ വന്നു ചോദിച്ചാൽ എനിക്കറിയില്ല. അതങ്ങനെ പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, എല്ലാം 7 ആണല്ലോ എന്ന്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് വ്യക്തമാണ്. അതല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ സാധാരണക്കാർക്ക് വീട് വയ്ക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ചെറിയ വീട് സ്വപ്നം കണ്ട ഞങ്ങൾക്ക് 4500 സ്ക്വയർ ഫീറ്റിൽ എല്ലാവരും
ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ മനോഹരമായൊരു വീടാണ് മാതാവ് ഞങ്ങൾക്ക് തന്നത്. മാതാവിന് ലോട്ടയിൽ മാതാവ് എന്താ പറയുക, മാതാവിൻ്റെ രൂപം ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിന് സാക്ഷ്യമായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വരുന്ന ഓരോരുത്തരും ചോദിക്കും, ഇത് കൃപാസന മാതാവിൻ്റെ വീടാണല്ലേ എന്ന്. ആണ്, 100%, 101% ഉറപ്പാണ്, അത് മാതാവ് തന്ന വീടാണ്. ഞാൻ പ്രീവിയസ്ലി വർക്കിംഗ് ആയിരുന്നു. ഞാൻ അവിടെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിന് കയറിയിട്ട് ഞാനും ഒരു 7 മെമ്പേഴ്സ് ഇൻറ്റേൺസ് ആയിട്ടാണ് കയറിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും 1 ഇയറിൻ്റെ ഉള്ളിൽ കൺവേർഷനായി. 1 ഇയറിന് ശേഷം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മാറാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ സാലറി വൈസും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ അത്രയും കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ 1 ഇയറിന് ശേഷം നമുക്ക് കമ്പനി മാറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇൻറ്റേൺസ് എല്ലാവരും വേറെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി 2 പേര് പോയപ്പോൾ ഇവിടുത്തെ MD, യൂഷ്വലി അങ്ങനെ ഒരു കമ്പനീസ് ചെയ്യില്ല, പക്ഷേ ഇവിടുത്തെ MD പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഹോൾ ഗ്യാങ് പോവും, അതുകൊണ്ട് എല്ലാവരും 15 days ടൈം തരാം, എല്ലാവരും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ August 15th ഇത് നടക്കുന്നത്. August 15th വരെയാണ് ഞങ്ങൾക്ക് ടൈം തന്നിരിക്കുന്നത്. September 7th ഞങ്ങളുടെ ഹൗസ് വാമിങ് സെറ്റ് ഞങ്ങൾ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ദിവസമാണ്. സോ September 7th ഭയങ്കര എന്താ പറയുക, ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുമ്പോൾ അത്രയും ഫാമിലി നമ്മളെ ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ഫാമിലി നമ്മളുടെ മേലിൽ. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് നമ്മളുടെ ജോലി പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രഷറായി, എനിക്ക് വേറെ ജോലി കണ്ടുപിടിക്കണം, അതിനു മുമ്പ് എനിക്ക് വേറെ ജോലി കിട്ടുമോ, എങ്ങനെ എത്രയും പെട്ടെന്ന് ജോലി കിട്ടുക, ഇതൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് ജോലീൻ്റെ കാര്യം പറയാറുണ്ട്. അങ്ങനെ ഞാൻ 2 കമ്പനിയിൽ ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ വരെ എത്തി. അതിൽ ഫസ്റ്റ് കമ്പനിയിൽ എനിക്ക് പിന്നെയും കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുന്നുള്ളത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ എങ്ങനത്തെ വർക്കാണ്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇൻ്റർവ്യൂസിൽ ചോദിക്കുക, ഇതൊക്കെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സെക്കൻഡ് കമ്പനി ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല, കാരണം അത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് പൊതുവേ പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ എന്തായാലും എന്നെ കൊണ്ട് നല്ലോണം ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയണമുണ്ട്. ഞാൻ ഫസ്റ്റ് കമ്പനി മാത്രമേ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തുള്ളൂ. ഫസ്റ്റ് കമ്പനി ഞാൻ നല്ലോണം ചെയ്തു, നല്ലോണം ആൻസറൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് കോളൊന്നും വന്നില്ല. ഞാൻ നല്ല വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് സെക്കൻഡ് കമ്പനിയിൽ വെറുതെ പോകാമെന്ന് വിചാരിച്ചത്. പോയി അവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ചോദിച്ചത്. ഞാൻ അവിടെ ആകെ പാനിക്കായി, ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ ഹാളിൽ നിന്ന് ഇറങ്ങിയതും ഞാൻ ബാഗൊക്കെ എടുത്ത് എനിക്ക് ആകെ വിഷമവും നാണക്കേടൊക്കെ ആയി. 2 കമ്പനിയും പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നായി. എന്നിട്ട് ഞാൻ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഞാൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് HR-ൻ്റെ കോൾ വന്നിട്ട് പറഞ്ഞു, അലീന എവിടെയാണ് നീ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ ലാസ്റ്റ് റൗണ്ട് മര്യാദയ്ക്ക് ചെയ്തില്ല, എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ല, ഞാൻ വീട്ടിൽ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നീ പാസ്സായി, നീ വരാൻ പറഞ്ഞു. ഇത് എനിക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കമ്പനിയിൽ കിട്ടിയിരുന്നെങ്കിൽ മേ ബി ഞാൻ വിചാരിച്ചു പോയേനെ, ഇത് ഞാൻ ആൻസർ ചെയ്തുകൊണ്ട് കിട്ടിയതായിരിക്കുമല്ലോ, അങ്ങനെ വിചാരിച്ചു പോയേനെ. ഇത് മാതാവ് എനിക്ക് പ്രൂവ് ചെയ്ത പോലെ തോന്നിയത്. മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു എനിക്ക് ഈ ജോലി എന്നുള്ളത് പ്രൂവ് ചെയ്ത് തന്നു. കാരണം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇൻ്റർവ്യൂവിൽ, പക്ഷേ എനിക്കത് കിട്ടി. അതും ഫസ്റ്റ് കമ്പനീനേക്കാളും ബെറ്റർ ഓപ്ഷനായിരുന്നു സെക്കൻഡ് കമ്പനി. അങ്ങനെ മാതാവ് എനിക്ക് ആ ജോലി തന്ന് അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കാനായിട്ട് പോകും. അത് എല്ലാ മാസവും ഒരു 4 കെട്ട് പത്രം ഞാൻ കൊടുക്കും. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതല്ലാതെ തന്നെ ഞങ്ങൾ ഓൺലൈനിൽ വരുത്തിക്കാറുണ്ട്. അങ്ങനെ കൊന്ത വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഒരു ട്യൂഷൻ ടീച്ചറാണ്. 10-60 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ കുട്ടികളെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നതൊക്കെ വീട്ടിൽ പറയണ പോലെയല്ലല്ലോ, ടീച്ചർ പറയുമ്പോൾ അവർ അതിൻ്റേതായൊരു പോസിറ്റീവ് രീതിയിൽ കുട്ടികളെ കണ്ടിരുന്നു, എടുത്തിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും നന്നായി പഠിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പോകും. അവിടെ കിഡ്വായ് ഹോസ്പിറ്റലിലെ ക്യാൻസർ പേഷ്യൻസിൻ്റെ കുട്ടികളെ കാണാനായിട്ട് പോകാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോകും, അവർക്കുള്ള ഫുഡ് മേടിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ ഒരു നേരത്തിനുള്ള ആഹാരത്തിനുള്ള പൈസ അവിടെ ഓരോ വീട്ടിലും ഓരോ പരിപാടികൾ വരുമ്പോഴും നമ്മൾ ഓർഫനേജിൽ കൊണ്ട് ഒരു നേരത്തിന് ഫുഡ് കൊടുക്കാനായിട്ട് പൈസ കൊടുക്കാറുണ്ട്. അത് ഓൾഡ് ഏജ് ഹോമിലായാലും കൊടുക്കും, ഓർഫനേജിലായാലും കൊടുക്കും. പിന്നെ പള്ളിയിൽ പോകുമ്പോൾ എന്നെ തേടി വരുന്ന പോലെ എൻ്റെ കയ്യിൽ വീട് പണിയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ടൈറ്റാണ്. 50 രൂപയുള്ളൂ, 100 രൂപയെങ്കിലും അവിടെ പിന്നെ ബസ്സിന് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആരും എന്ന് ചോദിച്ചാലും എടുത്തു കൊടുക്കും, കൂളായിട്ട് എടുത്തു കൊടുക്കാറുണ്ട്. അതിനൊരു മടിയില്ല, അത് പണ്ടുമില്ല ഇപ്പോഴുമില്ല, കൊടുക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിൽ തന്നെയായിരുന്നു. കൊന്ത ചെല്ലാനൊക്കെ ഒരു കൊന്ത വീട്ടിൽ ചെന്ന്
ഞാൻ ഭയങ്കര സംതൃപ്തിയായി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ബുധനാഴ്ച ഉപവാസം എടുത്തു കഴിഞ്ഞാൽ 1000 മണി കൊന്ത ചെല്ലാൻ പഠിച്ചു. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ ഫ്രീ ടൈം കിട്ടുമ്പോഴോ ഒക്കെ. അതുപോലെ വീട് പണിയുന്ന സമയത്ത് വീട്ടിലേക്ക് ദൂരെയാണ്, 15 കിലോമീറ്റർ അപ്പുറത്താണ് വീട് പണിത്. താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഓരോ പ്രാവശ്യം വരുമ്പോഴും സർവശക്തനായ പിതാവും കൊന്തയും ധാരാളം എത്തിച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ ഓരോ ചുമരുകളിലും ആ കൊന്തയുണ്ടാവും, വിശ്വാസപ്രമാണം ഉണ്ടാവും. അത്രമാത്രം എത്തിച്ചു കൂട്ടിയിട്ടുണ്ട് പ്രേയേഴ്സുകളെ. ഇതുവരെ ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത അമ്മ മാതാവിനും ഈശോ തമ്പുരാനും 1 കോടി നന്ദി. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായി. സങ്കീർത്തനം 46 1-ാം വചനം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ അഭയം പ്രാപിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലമാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയം. എല്ലാ പ്രതീക്ഷകളും തകരുമ്പോഴും ദൈവമാണ് നമ്മുടെ ശക്തി എന്ന് ഏറ്റുപറഞ്ഞ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ള ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി ജീവിതം. ഒരു ദൈവാനുഭവത്തിലേക്കാണ് ഉടമ്പടി ജീവിതം നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനും ദൈവമാണ് എൻ്റെ എല്ലാം എന്ന് ബോധ്യമാക്കാനും ആ ബോധ്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനും ആണ് ഉടമ്പടി ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഉടമ്പടിയിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു മകളായി ഒരു മകനായി മാറുന്നത്. ഷൈനി റെജി എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു കൃപയുടെ ഒരു സാക്ഷ്യമാണ്. ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അസാധ്യമായത് എന്താണ് അത് എഴുതാനാണ് ഉടമ്പടി ക്ലാസ്സിൽ പറഞ്ഞത്. ഒരു ഭവനം എന്നത് അസാധ്യമാണെന്ന് ഈ മകൾക്ക് മനസ്സിലായി. സ്വന്തം കഴിവിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും പറ്റില്ല എന്ന് തോന്നിയ ഒരു കാര്യമാണ് ഒരു ഭവനം എന്നൊരു സ്വപ്നം. ഉടമ്പടി എടുത്ത ഉടനെ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഫസ്റ്റ് സൈറ്റ് നോക്കി അതിൻ്റെ അഡ്വാൻസ് കൊടുക്കാൻ സാധിച്ചു. ഇതാണ് നമ്മൾ പറയുന്നത്. അമ്മയ്ക്ക് സമയമൊന്നുമല്ല. വർഷങ്ങളായിട്ട് ഈ മകൾ ആഗ്രഹിച്ചതാവാം, സ്വപ്നം കണ്ടതാവാം, പ്രാർത്ഥിച്ചതാവാം. പക്ഷേ ഉടമ്പടി എടുത്ത ഉടനടിയാണ് ഈ മകളുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കനി നൽകുന്ന അനുഗ്രഹങ്ങൾ. പിന്നീട് അഖണ്ഡ ജപമാല റാലി ഡിസംബർ 7-ാം തീയതി വിശ്വാസത്തോടെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നിന്നാണ് മണലും കല്ലുമൊക്കെ കൊണ്ടുപോയി ആ സ്ഥലത്തിട്ടത്. പിന്നീടെല്ലാം പെട്ടെന്ന് തന്നെ ഈ മകൾക്ക് ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും ചെയ്തു കൊടുക്കുകയായിരുന്നു. പിന്നീടുണ്ടായിരുന്ന ഒരു സ്വപ്നമാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ തന്നെ വന്ന് അനുഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് ഈ മകൾ കണ്ടത്. നമുക്കറിയാം, അച്ഛനെ സ്വപ്നം കണ്ടു എന്നത് അമ്മയെ ഈ അൾത്താരയിൽ കണ്ടത് ജോസഫ് അച്ഛനാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ. സ്വപ്നങ്ങളും ദൈവിക സാന്നിധ്യത്തിൻ്റെ ഒരു മാധ്യമമാണ്. ഈ മകളുടെ ആഗ്രഹം അമ്മ മനസ്സിലാക്കി. അങ്ങനെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് വേറൊരു പള്ളിയിൽ പോകേണ്ട ഈ മകള് പ്രത്യേകിച്ചും ആ പർട്ടിക്കുലർ പള്ളിയിൽ പോയി. അവിടെ നിന്ന് പെരും വെയിലത്താണ് ഈ മകളും കൃപാസനത്തിലെ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ആരോ കൃപാസനത്തിലെ ഒരു സ്റ്റാഫ് ഇറങ്ങി വന്നപ്പോൾ അവർക്കും പത്രം കൊടുത്തു. അവിടെ അവർ ചെന്നിട്ടാണ് ജോസഫ് അച്ഛനോട് പറഞ്ഞത്, അങ്ങനെ യാദൃശ്യമായിട്ട് അച്ഛൻ പുറത്തിറങ്ങി ഈ മക്കളെ കാണാൻ, ഈ പെരും വെയിലത്ത് നിന്ന് പത്രം കൊടുക്കുന്ന ഈ മക്കളെ കാണാനാണ് ജോസഫ് അച്ഛൻ അവിടെ ഇറങ്ങി വന്നത്. ആ മകൾ സ്വപ്നം കണ്ട് അതുപോലെ തന്നെ ഈ മകളെ വന്ന് അനുഗ്രഹിച്ചു. ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഓരോ ചെറിയ ചെറിയ സ്വപ്നങ്ങളും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും പരിശുദ്ധ അമ്മ ഓരോ കാര്യങ്ങളും ഏറ്റുചെന്ന് നടത്തി കൊടുക്കുകയാണ്. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അമ്മയ്ക്കറിയാം. അങ്ങനെയാണ് ഈ മകൾക്ക് ഒരു വലിയ അനുഗ്രഹം കിട്ടി. അതുതന്നെയാണ് അച്ഛൻ വീണ്ടും ധ്യാനത്തിൽ പറയുകയും ചെയ്ത ഈ മക്കളെ പറ്റി. ഏപ്രിൽ 9-ാം തീയതി ധ്യാനത്തിനിടയിൽ ഈ മക്കളെ പറ്റി സൂചിപ്പിച്ചിരുന്നു. നമ്മൾ വിശ്വാസത്തോടെ എത്രമാത്രം ത്യാഗം ചെയ്ത് നമ്മുടെ ഉടമ്പടി ജീവിതം സത്യസന്ധമായിട്ട് സന്തോഷത്തോടെ പാലിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ഒരു വലിയ ഒരു അനുഗ്രഹങ്ങൾ ആഫ്റ്റർ അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീടുണ്ടായിരുന്ന ഒരു LIC ലോണാണ്, അതും പാസ്സായി.
പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും മണലും ഒക്കെയാണ് ഇവിടെ നിന്നുള്ള പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലെ മണലാണ് വീട് പണിക്ക് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് നമുക്കൊരു വലിയ കാര്യമായിട്ട് കാണുവാൻ സാധിക്കുന്ന 7 എന്ന നമ്പറാണ്. ഓരോ കാര്യത്തിലും ഡിസംബർ 7-ാം തീയതി 2:30 ഇവർ മണ്ണിട്ടത്. ജനുവരി 7-ാം തീയതി വീട് പണിക്കുള്ള അഡ്വാൻസ് കൊടുത്തു. ഓഗസ്റ്റ് 15 ഹൗസ് ബ്ലെസ്സിങ്, സെപ്റ്റംബർ 7 ഹൗസ് വാമിങ്. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അമ്മ ഇവരുടെ കൂടെയുണ്ട്. ഇവരെ കൈവിടാതെ സൂക്ഷിക്കുന്ന ഒരമ്മയാണ്. ഉടമ്പടി മക്കൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടോ എന്തു തന്നെ ആയാലും അമ്മ കൂടെ നിന്ന് ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക. അതുകൊണ്ടാണ് ഇവരുടെ കാര്യത്തിലെല്ലാം ഈ 7 നമ്പറിൽ കൂടെ അമ്മയുടെ സാന്നിധ്യം ഇവർക്ക് എപ്പോഴും നമുക്ക് അടുത്തറിയാൻ സാധിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ നാമം നമുക്ക് മഹത്വപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്ക വിധം നമ്മൾക്കും യോഗ്യത ഉണ്ടാവട്ടെ. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും വലിയ സാന്നിധ്യം നമ്മളോടും ഒപ്പമാകട്ടെ. ഈ മക്കളോടെന്ന പോലെ ഈ ഉടമ്പടി ജീവിതം ആത്മാർത്ഥതയോടെ നമുക്ക് നയിക്കാം. ഈ മകൾക്ക് കിട്ടിയ പിന്നീടുള്ളൊരു ജോലിയാണ്. മകളും പ്രാർത്ഥിച്ചു. അമ്മ നമ്മുടെ വിശ്വാസ കൈമാറ്റം ചെയ്ത് മക്കളെയും ഉടമ്പടി ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ലൊരു കുടുംബമാണ്. ഈ മകളും ഈ അമ്മ തന്നെയാണ് മകളെയും ഉടമ്പടി ജീവിതത്തിൻ്റെ പറഞ്ഞു കൊടുത്തതും എങ്ങനെയാണ് നയിക്കേണ്ടത് പറഞ്ഞു കൊടുത്തതും പിന്നെ ഉടമ്പടി ജീവിതം നയിക്കാനായിട്ടുള്ള ഉടമ്പടി എടുക്കാനുള്ള ഒരു ആഗ്രഹം ഈ മകൾക്കുണ്ടായതും ഇതെല്ലാം ഈ അമ്മ തന്നെ പകർന്നു കൊടുത്തതാണ്. ഉടമ്പടിയിൽ വിശ്വാസ കൈമാറ്റം നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് ജീവിക്കുന്നത്. ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം ദൈവം ഏറ്റെടുത്തോളും. എല്ലാം ഒന്നും ഭയപ്പെടാതെ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു വലിയൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത്. ഈ കുടുംബത്തിന് ഷൈനി റെജിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും മകളുടെ ജോലിയും ഇവർക്കൊരു ഭവനം കിട്ടിയതും എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ശീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാതാവിൻ്റെ ഈ തെരുനടയിൽ ഞങ്ങളെ സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സവിത ഡെന്നി, വീട് വരാപ്പുഴ. ഇതെൻ്റെ മക്കൾ അന്ന, ഡാനിയേൽ. ഞങ്ങൾ വരാപ്പുഴ അതിരൂപതയിലെ തേവർഗാഡ് തിരുഹൃദയ ദേവാലയാംഗമാണ്. ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടിയെടുത്തത് 2022 ജൂണിലാണ്. അതിനു മുന്നേ 2018 ഞാൻ എൻ്റെ അമ്മയോടൊപ്പമാണ് ആദ്യമായി ഇവിടെ വന്നത്. എല്ലാ മാസവും ഞാനിവിടെ വന്ന് സ്ഥിരമായി പ്രാർത്ഥിച്ചു പോകുമായിരുന്നു. 2022 ഞാൻ ഉടമ്പടിയിലേക്ക് ആദ്യം വന്നത്. ആദ്യം തന്നെ ഞാൻ ഉടമ്പടിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചു പോരുമായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിന്ന് പതുക്കെ പിൻവാങ്ങി. പിന്നെ എൻ്റെ മകളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഉടമ്പടിയിലേക്ക് തിരിച്ചു വന്നത്. ഉടമ്പടി പുതുക്കി. എൻ്റെ ജോലി എനിക്ക് പെട്ടെന്നൊരു ട്രാൻസ്ഫർ വന്നായിരുന്നു. ആ സമയത്ത് എനിക്ക് അങ്ങോട്ട് പോകുവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ടത്. ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, പ്രൈവറ്റ് ജോലിയല്ലേ, കുഴപ്പമില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ വന്ന് ജോലി റിസൈൻ ചെയ്തു. പിന്നീട് ആ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അതിനേക്കാളും നല്ല സാലറിയോടുകൂടി നല്ലൊരു സ്ഥലത്ത് എനിക്ക് ജോലി ലഭിച്ചു. ഇപ്പോഴും ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മകന് 10ാം ക്ലാസ്സിൽ CBSE ആയിരുന്നു. ആ സമയത്ത് അവന് പഠിക്കാൻ കുറച്ച് മടിയായിരുന്നു. കുറച്ച് സമയം ആളിരുന്ന് പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിന് അവന് 50% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് അവന് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവന് ഒരു 75% മാർക്ക് അമ്മ മാതാവെ കൊടുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവന് 79% മാർക്ക് അവന് ലഭിച്ചു. കൂടാതെ എനിക്കൊരു 15 വർഷത്തോളമായി എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു. വെർട്ടിൻ 16 ഞാനൊരു 2-3 ഗുളിക ദിവസവും കഴിക്കുമായിരുന്നു. അതുകൂടാതെ പുറം വേദന, പെടലി വേദന, ഷോൾഡർ വേദനയൊക്കെ സ്ഥിരമായി ഉണ്ടാകുമായിരുന്നു. ഒരു അരമണിക്കൂർ വണ്ടി ഓടിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര വേദനയായിരിക്കും. ഇരുന്നുള്ള ജോലി കൊണ്ട് തന്നെ പെടലി വേദനയും സ്ഥിരമായിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ഓയിൽമെൻറ്റ് തേക്കും, മെഡിസിൻ കഴിക്കും, പിന്നെ അതുപോലെ തന്നെ ചൂട് പിടിക്കും. അങ്ങനെയുള്ളതിലേക്കൂടെയൊക്കെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 1 വർഷത്തോളമായി ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ 1 വർഷത്തോളമായി തലകറക്കത്തിന് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. ഇതുപോലെ തന്നെ ഈ അസുഖങ്ങൾക്കൊന്നും ഞാൻ യാതൊരുവിധ മരുന്നും കഴിക്കുന്നില്ല. പിന്നെ എൻ്റെ ഭർത്താവിന്
ഒരു ബിസിനസ്സായിരുന്നു. 1 വർഷത്തോളമായി ഭർത്താവിന് ബിസിനസ്സൊന്നുമില്ലാതെ ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുമായിരുന്നു വീട്ടിൽ. ആ സമയത്ത് ഞങ്ങളിവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ പാപ്പക്ക് വിദേശത്തേക്ക് പോകാനുള്ള ജോലി പോകാൻ വേണ്ടി തോന്നിക്കാൻ വേണ്ടിയിട്ട് അമ്മ നിയോഗം വെച്ച് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, പപ്പ അത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്, അപ്പം അതുകൊണ്ട് ഞാനത് എഴുതില്ല, നമ്മളത് ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല, അപ്പം ഞാനത് എഴുതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളല്ലേ നമ്മൾ ഉടമ്പടിയിൽ എഴുതേണ്ടത്, അമ്മ അത് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് എഴുതി. ആ മാസം തന്നെ ഞങ്ങളതിന് വേണ്ടിയിട്ട് സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. ആ മാസം തന്നെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ പുറത്തേക്ക് പോകാൻ നോക്കുവാണെന്ന് പറഞ്ഞു. ഞങ്ങളിത് ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു. അന്ന് തുടങ്ങി തന്നെ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഒരു 6 മാസത്തിനുള്ളിൽ ആൾ ദുബായിലേക്ക് പോയി, ഇപ്പം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മോക്ക് കിട്ടിയ അനുഭവ സാക്ഷ്യം അവൾ പറയും. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം ഞങ്ങളുടെ പള്ളികളിൽ തന്നെയാണ് പേപ്പർ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാനത് ബസ് സ്റ്റാൻഡിലേക്കും പിന്നെ വഴിയിൽ കൂടി പോകുന്നവർക്കും ഞാൻ കൊടുക്കാൻ തുടങ്ങി. മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ചിലവർ പത്രം കാണുമ്പോൾ തന്നെ വേണ്ടാന്ന് പറയും, നമ്മളത് സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചു വാങ്ങും. എന്നാലും പിന്നെയും പിറ്റേ ദിവസവും ഞാനത് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ അതുവഴി കിട്ടുന്നുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അഗതി മന്ദിരമുണ്ട്. അവിടെ പോയി അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അവരെ സഹായിക്കും. അവരോട് കൂടെ കുറച്ച് സമയം ചെലവഴിക്കും. സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കും. പിന്നെ പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ടുള്ള വളർച്ചയെന്ന് പറഞ്ഞാൽ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലും. പള്ളിയിൽ സ്ഥിരം കുർബാനയ്ക്ക് പോകാറുണ്ട്. 2 ആഴ്ചയ്ക്ക് കൂടുമ്പോൾ കുമ്പസാരിക്കും. ബൈബിള് സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്. ആത്മീയമായിട്ട് ഇപ്പോൾ നമുക്ക് കൊന്ത ചെല്ലാനും കൂടുതൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ നമ്മൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നവരോട് തിരിച്ചൊന്നും പറയാതെ അവരോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ആത്മീയതയിൽ വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. എൻ്റെ മകൾക്ക് കിട്ടിയ സാക്ഷ്യം അവൾ പറയും. എൻ്റെ പേര് അന്ന. എനിക്കിപ്പോൾ 19 വയസ്സായി. 18 വയസ്സായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. എനിക്ക് മാതാവിനെക്കുറിച്ച് അറിയണതും ഞാൻ കൃപാസന മാതാവിൻ്റെ ഒപ്പം ഒരു ജേണി തുടങ്ങണത് ഞാൻ 8th പഠിക്കുമ്പോഴായിരുന്നു. 8th പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും പഠിക്കില്ല, ഭയങ്കര ഉഴപ്പായിരുന്നു. എൻ്റെ ഒരു അവസ്ഥ ഭയങ്കര ഒരു ശോകാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകണമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കുറിച്ച് തന്നെ ആലോചിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞ് തളർന്ന്, ടീച്ചേഴ്സിനായാലും എന്നെക്കുറിച്ച് ഭയങ്കര കംപ്ലൈൻറ്റും ആ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഭയങ്കര കരഞ്ഞ് തളർന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു രാത്രി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തണുപ്പ് അനുഭവപ്പെടുകയും മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട്, നീ എന്തിനാ കരയണേ, വിഷമിക്കണ്ട, നിൻ്റെ കൂടെ ഞാനില്ലേ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. ആ ടൈമിലാണ് മമ്മി ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നിരുന്നത്. അപ്പോൾ കൃപാസനത്തിൽ വന്നപ്പോൾ ഇവിടുന്ന് ഒരു രൂപം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസ അനുഭവത്തിന് ശേഷം എനിക്ക് നന്നായി പഠിക്കാനുള്ളൊരു പ്രചോദനവും നന്നായി പ്രാർത്ഥിക്കാനുള്ളൊരു ഇൻസ്പിറേഷനും കിട്ടി. അപ്പോൾ അതിൽ പിന്നെ ഞാൻ മാതാവിൻ്റെ രൂപം എടുത്തിട്ട് എനിക്കങ്ങനെ തോന്നി ചെയ്യാൻ മാതാവിൻ്റെ രൂപം എടുത്തിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പഠിക്കാനും ആരംഭിച്ചു. അപ്പോൾ അതിൽ പിന്നെ ഞാൻ നന്നായി പഠിക്കാൻ തുടങ്ങി. എക്സാംസിനൊക്കെ വളരെ നല്ല മാർക്ക് കിട്ടി. അങ്ങനെ ഞാൻ 10th ആയപ്പോഴും എൻ്റെ CBSE ബോർഡ് എക്സാമിലൊക്കെ നല്ല ഉയർന്ന മാർക്കോടുകൂടി എനിക്ക് പാസ്സാകാൻ പറ്റി. അപ്പോൾ ഞാൻ പേഴ്സണലി നോക്കുമ്പോൾ ഞാൻ ഒരു 8th to 10th 2 വർഷ ഗ്യാപ്പിൽ ഞാൻ മാതാവായിട്ട് ചേർന്നു, മാതാവായിട്ട് കൂടുതൽ അടുത്തു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ഭയങ്കര ലോ ഗ്രാഫിൽ നിന്ന് എൻ്റെ ഗ്രാഫ് അപ്പാവാൻ തുടങ്ങി. പക്ഷെ എൻ്റെ ഒരു കുടുംബത്തിൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഉടമ്പടീനെ പറ്റിയൊക്കെ എനിക്ക് മനസ്സിലായി പത്രം വായനയിലൂടെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മമ്മിയും കൂടി ഉടമ്പടിയിൽ വന്നാലേ ഞങ്ങളുടെ കാര്യമൊക്കെ കൂടുതൽ സ്മൂത്തായിട്ട് പോവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ +1 +2 ഞാനതാണ് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് മമ്മിക്ക് ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അങ്ങനെ മമ്മി കൃപാസനത്തിൽ വരികയും ചെയ്തത്. മമ്മിക്ക് ആക്ച്വലി ആ ഒരു ജോലി സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും എനിക്കൊരു സന്തോഷമായി. കാരണം മമ്മിക്ക് കൃപാസനത്തിൽ വരാനുള്ളൊരു അനുഗ്രഹമാക്കി മാതാവ് മാറ്റി തന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ മമ്മി ഉടമ്പടിയിൽ വന്നു. മമ്മിയുടെ ഉടമ്പടിയിൽ എനിക്ക് +2 ഹ്യൂമാനിറ്റീസാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ടോപ്പറാകണം എന്നൊരു നിയോഗം മമ്മി വെച്ചിരുന്നു. ആ ഒരു നിയോഗം വെച്ചതിൻ്റെ ഫലമായി എനിക്ക് ഹ്യൂമാനിറ്റീസ് ടോപ്പറാവാൻ സാധിച്ചു.
പിന്നെ എനിക്ക് CUT എക്സാം ക്ലിയർ ചെയ്ത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ എക്സാം എഴുതിയെങ്കിലും എനിക്ക് മാർക്ക് അധികം ഇല്ലായിരുന്നു. എക്സാം പാസ്സായി, പക്ഷേങ്കിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാനുള്ള അത്രയും മാർക്ക് എനിക്കില്ലായിരുന്നു. കുറേ ഒരു 3-4 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ചു, എനിക്ക് ഒരിടത്തൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റ് ഡൽഹി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടണം എന്നായിരുന്നു. അപ്പം എനിക്ക് ആഗ്രഹമില്ലാത്തൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു തമിഴ്നാട്. അപ്പം ഞാൻ അപ്ലൈ ചെയ്യണതിൻ്റെ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് അവിടെയും കൂടി വെച്ചിരുന്നു. മാതാവിൻ്റെ അടുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്, മാതാവ് എനിക്കറിയില്ല എനിക്ക് ഏത് സ്ഥലമാണ് നല്ലതെന്നുള്ളത്. അപ്പം മാതാവ് തന്നെ എനിക്ക് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണോ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് അവിടെ മാത്രം എനിക്ക് അഡ്മിഷൻ തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്കൊരു യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടാനില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഒരു ദിവസം എനിക്കെന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് നിന്ന് എനിക്ക് കോൾ വന്നു. അവിടെ ആയാലും ഒരു 10 ലിസ്റ്റ് ഇറക്കിയിട്ട് ഏറ്റവും അവസാനത്തെ ലിസ്റ്റിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. എനിക്കങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ എനിക്കത് മാർക്കും ഇല്ലായിരുന്നു, എനിക്കൊരു മെറിറ്റില്ലായിരുന്നു അവിടെ അഡ്മിഷൻ കിട്ടാൻ. പക്ഷേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. പിന്നെങ്കിൽ എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ +2 എക്സാമിൻ്റെ ടൈമിൽ എനിക്കൊരു സബ്ജക്റ്റിൻ്റെ പേപ്പർ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരുന്നു. എനിക്കതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് എന്ത് എഴുതണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ എക്സാം എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് ഓരോ ആൻസേഴ്സും മാതാവ് എനിക്ക് പറഞ്ഞു തന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ജസ്റ്റ് എപ്പോഴോ വായിച്ചു വിട്ട ഓരോ സെൻറ്റൻസുകൾ മുതൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതിന് എനിക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാനും സാധിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പക്ക് പുറത്തേക്ക് പോണ കാര്യം അത് ഭയങ്കര ലാഗായിരുന്നു. അത് പപ്പക്ക് പോകാനേ കുറേ തടസ്സങ്ങൾ ഇങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ വീട്ടിലും ആകെ ഞങ്ങൾക്ക് സങ്കടവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം മാതാവിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണമായിരുന്നു. പപ്പക്ക് പോകാനും പറ്റുള്ള, പപ്പക്കും ഭയങ്കര സങ്കടം, ഞങ്ങൾക്ക് കുടുംബത്തിൽ ആകെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ടെറസിൽ ഇങ്ങനെ തുണിയെടുക്കാൻ പോയപ്പോൾ മാതാവിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഇതായിട്ട് മഴവിൽ കാണാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഒരു റിലീഫായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആ ഒരു ടൈം ഭയങ്കര ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ മാതാവെ ഞങ്ങൾക്കൊന്ന് കടന്നു പോകാൻ പറ്റണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഒരു മാതാവിൻ്റെ മഴവിൽ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ പപ്പക്ക് പോകാനും സാധിച്ചു. പിന്നെ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഞാനതിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചെങ്കിൽ കിട്ടിയില്ല, ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആവാറില്ല. കാരണം എനിക്ക് ചിലപ്പോൾ കിട്ടും എന്നുള്ളൊരു സംഭവം മാത്രമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കാനുണ്ടാവുക. ചിലപ്പോൾ മാതാവ് അത് ഹോൾഡ് ചെയ്യും. അതിനേക്കാളും ഭയങ്കര വലിയ കാര്യങ്ങൾ തന്നെ മാതാവ് ബ്ലെസ് ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കും ഗോഡ് ഓൾവേസ് ഹാസ് എ ബെറ്റർ പ്ലാൻ ഫോർ മീ. ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും മാതാവ് എനിക്ക് തരിക. പക്ഷെ ഒരു കാര്യത്തിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ വെറി ആവാറില്ല. മാതാവ് എനിക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങൾ തന്നെ ബ്ലെസ് ചെയ്യാറുണ്ട്. എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് ചേർന്ന് നിന്ന് ഈശോയെ, മാതാവ് എനിക്കറിയില്ല എനിക്ക് ഏതാ നല്ലതെന്നുള്ളത്, നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് മാത്രം എനിക്ക് ഓരോന്നും നടന്നു കിട്ടിയാൽ മതി. എൻ്റെ പഠിക്കണ കാര്യത്തിലായാലും മുമ്പോട്ടുള്ള എല്ലാ കാര്യത്തിനായാലും അവരോട് ചേർന്ന് നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഡിസിഷൻസ് ആയിരിക്കും ഞാൻ എടുക്കാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാട്ടിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ പബ്ലിക് പ്ലേസസിലും എല്ലായിടത്തും പത്രം കൊടുക്കുമായിരുന്നു. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവിടെയും പബ്ലിക് പ്ലേസസിൽ കൊടുക്കും. എന്നാലും കൂടുതലായി ഞാൻ റൂറൽ ഏരിയാസിലേക്ക് ഇറങ്ങി. അവർക്കൊന്നും കൃപാസനം അറിയേയില്ല. അപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ ബ്രോക്കൺ തമിഴിൽ എങ്ങനെയോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വളരെ ബേസിക്കായിട്ടായിരിക്കും ഞാൻ പറയും, ഇതിങ്ങനെ ഒരു മാതാവിൻ്റെ ഒരു പള്ളി കേരളത്തിലുള്ള ഒരു സ്ഥലമാണ്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ പത്രം വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും, നിങ്ങളിത് വായിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അവർക്ക് തമിഴിൽ അങ്ങനെ പറഞ്ഞ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്രയും ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞവർക്കത് കൊടുക്കും. ഓരോ പത്രം കൊടുക്കുമ്പോൾ അതിൽ തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഞാൻ കൊടുക്കാം. പിന്നെ സാക്ഷ്യം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാറുണ്ട്, ധ്യാനം ഷെയർ ചെയ്യാറുണ്ട്. ധ്യാനം ഞാൻ വളരെ സമയമെടുത്ത്, ചിലപ്പോൾ ഒരു ദിവസം എനിക്ക് 1/2 മണിക്കൂർ കേൾക്കാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ ഒരു 1/2 മണിക്കൂറായാലും ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ട് ഓരോ കാര്യങ്ങളും ആ ധ്യാനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് പോകാൻ ഞാൻ ശ്രമിക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തി നാട്ടിലായിരിക്കുമ്പോൾ മമ്മിയുടെ കൂടെ വന്ന ഓരോ കാരുണ്യ പ്രവൃത്തിയിലും അമ്മയുടെ ഒപ്പം നിന്ന് ഞാൻ ചെയ്യും. അവിടെ ആയിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, ആർക്കും വേണ്ടാത്ത കുറേ ആൾക്കാരുള്ള സ്ഥലമാണ്. അവിടെ വീട്ടുകാർ അവരില്ലാത്തവർ താമസിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവരോട് കൂടി ഇരുന്ന് വർത്താനം പറയും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി കിട്ടുന്നതിൽ സേവ് ചെയ്ത് ഞാൻ അവർക്ക് ഫുഡ് ഐറ്റംസോ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ ഞാൻ അവർക്ക് വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കും. അല്ലാതെ മറ്റു രീതിയിൽ എനിക്ക് എന്തെങ്കിലും ആൾക്കാരെ സഹായിക്കാൻ പറ്റുമെങ്കിലും ഞാൻ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ.
ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 91, 14, 15 തിരുവചനങ്ങൾ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സവിത ഡെന്നി എന്ന ഈ അമ്മയും അന്ന എന്ന മകളും സഹോദരനൊപ്പം ചേർന്ന വളരെ ഉജ്ജ്വലമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. പ്രത്യേകിച്ച് വളരെ പാകതയോടെ ഉടമ്പടി ജീവിതം എന്തെന്ന് നന്നായി മനസ്സിലാക്കി ജീവിക്കുന്ന അന്നയുടെ സാക്ഷ്യം നിങ്ങളെ ഏറെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുവെന്ന് അച്ഛന് കരുതുകയാണ്. മകൾ പറഞ്ഞ ഓരോ വാക്കും അവിടെ ആ ചെറിയ യൗവന പ്രായത്തിൽ എങ്ങനെ ദൈവത്തെ കണ്ടെത്തി അമ്മ മാതാവിനോടൊപ്പം സഞ്ചരിച്ചു, കുടുംബത്തിലെങ്ങനെ ഉടമ്പടി എടുക്കുവാൻ സാഹചര്യമുണ്ടായി, കുടുംബത്തിലുണ്ടായ കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും നാളുകളിൽ നിരാശയും ദൈവവിശ്വാസത്തിൻ്റെ കുറവുമല്ല, കൂടുതൽ ദൈവികമായ ശരണവും അമ്മ മാതാവിലേക്കുള്ള ആശ്രയത്വവും അത് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന പ്രത്യാശയും കുടുംബത്തിലെങ്ങനെ അവൾക്ക് പ്രദാനം ചെയ്യുവാൻ സാധിച്ചു. അമ്മ മാതാവിൻ്റെയോടുള്ള ഭക്തി അവളുടെ ആ അക്കാഡമിക് ലെവൽ തന്നെ എങ്ങനെ രാപകൽ വ്യത്യാസത്തിൽ മാറി, മാതാവ് എങ്ങനെ കൈപിടിച്ച് മകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓരോ അവൾ പറഞ്ഞ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഓരോന്നും നമ്മൾ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. കാരണം ആ കുഞ്ഞ് അവളുടെ പ്രായത്തിൻ്റെ രീതിയിൽ പറയുവാനുള്ള രീതിയിലല്ല അവൾ പറഞ്ഞത്. വളരെ പക്വതയോടുകൂടി, വളരെ അമ്മ മാതാവിൻ്റെ ശരണപ്പെട്ട വിശ്വാസത്തിൻ്റെ സ്നേഹത്തോടുകൂടി, വളരെ പാവനമായ വിചാരങ്ങളോടുകൂടി മകളെങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതത്തെ നയിക്കുന്നു, ഉടമ്പടിക്ക് മുമ്പുള്ള അമ്മയോടുള്ള ഭക്തി ജീവിതത്തെ നയിക്കുന്നുവെന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. സവിത സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഒരു ക്രൈസിസിലാണ് ഞാൻ കൃപാസനത്തിലെത്തി ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടത്. അത് ജോലി സംബന്ധിച്ചുള്ള ക്രൈസിസ് ആയിരുന്നു. അച്ഛനതിന് സന്ദേശം കൈമാറി. ഒന്നുപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ മറ്റൊരു ജോലി കണ്ടെത്തുവാനും അതിൽ സുരക്ഷിതമായി ജീവിക്കുവാനും അമ്മ മാതാവ് എങ്ങനെ സഹായിച്ചുവെന്ന് സൂചിപ്പിച്ചു. അന്നയുടെ സാക്ഷ്യത്തിൽ 8ാം ക്ലാസ് വരെയുള്ള അവളുടെ പഠന മേഖല, അതിലുള്ള വലിയ ഇമ്പ്രൂവ് ഇല്ലാത്ത, വെളിച്ചമില്ലാത്ത സാഹചര്യങ്ങൾ. എന്നാൽ ഇവിടെ പണ്ടെപ്പോഴോ വന്ന് അവൾ കൊണ്ടുപോയ അമ്മ മാതാവിൻ്റെ ചെറിയൊരു രൂപം, അമ്മയോടുള്ള ആശ്രയത്വവും പ്രാർത്ഥനയും, മകൾക്ക് ലഭിക്കുന്ന ചില സ്വപ്നങ്ങളും ദർശനങ്ങളും, അതിലൂടെ അമ്മയിലേക്ക് കൂടുതൽ ചേർന്ന് നടക്കുമ്പോൾ അവളുടെ പഠന മേഖലയിലുണ്ടാവുന്ന വലിയ പുരോഗതി, അത് ഓരോന്നും അവളെടുത്ത് പറഞ്ഞു. ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന വിഷയം അപ്പനെക്കുറിച്ച് പറഞ്ഞ വിഷയങ്ങളാണ്. രണ്ടുപേരും അത് സൂചിപ്പിച്ചു. വിദേശത്തൊരു ജോലി വീട്ടിൽ ആലോചിച്ചിട്ട് പോലുമില്ല, പോകുമോ എന്ന് ഇവർക്കാർക്കും അറിയത്തുമില്ല. എങ്കിലും അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി പുതുക്കുവാൻ വരുമ്പോൾ മകൾ അമ്മയോട് ശക്തമായി പറയുന്ന കാര്യമാണ്, അപ്പന് വിദേശത്ത് ജോലി കിട്ടുവാൻ വേണ്ടി നിയോഗമെഴുത്. അമ്മ അതിന് മുഴുവനും തടസ്സം നിൽക്കുമ്പോൾ മോൾ സൂചിപ്പിക്കുന്നുണ്ട്, അസാധ്യമായത് എഴുതുവാനല്ലേ അച്ഛൻ നിയോഗത്തിൽ എപ്പോഴും പറയുന്നേ. അതുകൊണ്ട് അപ്പൻ ആലോചിച്ചിട്ടില്ലെങ്കിലും, നമുക്കിതുവരെ അങ്ങനെ ഒരു ചിന്ത പോയിട്ടില്ലെങ്കിലും, എന്തെങ്കിലും അമ്മ ആ നിയോഗം അങ്ങോട്ട് എഴുത്, അപ്പന് വിദേശത്ത് ജോലി കിട്ടണം. പ്രിയമുള്ളവരെ, അത് ഉടമ്പടി നമുക്ക് കൈമാറുന്ന ഒരു ആത്മധൈര്യമാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായ ശരണത്തോടു കൂടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ അത് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാകും വിധം, നന്മയാകും വിധം, മേൽഗതി കൊണ്ടുവരും വിധം ജീവിത സാഹചര്യങ്ങളെ ക്രമീകരിക്കുമെന്ന്. ഇവർ ഈ ഉടമ്പടി നിയോഗം എഴുതി പോകുന്നു. അല്പ ദിവസം കഴിയുമ്പോൾ ജീവിത പങ്കാളി ഭാര്യയോട് പറയുന്നു, ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനം തോന്നുന്നില്ല, വിദേശത്ത് പോകുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അത് നമ്മൾ എഴുതുന്ന നിയോഗത്തെ അമ്മ മാതാവ് ദൂതന്മാരുടെ സംരക്ഷണത്തിൽ മുന്നോട്ട് നയിക്കുകയും ആരിലാണോ പ്രവർത്തിക്കേണ്ടത് അവരിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ അത് അനുതാപത്തിലേക്കെങ്കിൽ അനുതാപത്തിലേക്ക്, അനുഗ്രഹത്തിലേക്കെങ്കിൽ അനുഗ്രഹത്തിലേക്ക് അത് കൈപിടിച്ച് നടത്തുന്നത് അനുഭവിക്കുവാനാവും. അതിൻ്റെ സന്തോഷമാണ് കുടുംബം സൂചിപ്പിച്ചത്. വിദേശത്ത് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ്.
പ്രിയമുള്ളവരെ, ഉടമ്പടി അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യുന്നത്. നാം അമ്മയുടെ കരങ്ങളിൽ മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ സമർപ്പിക്കുമ്പോൾ അമ്മ തിരുക്കുമാരന് ഏൽപ്പിച്ചു കൊടുത്ത് എന്താണോ ജീവിതത്തെ നിലനിൽക്കുന്നതും നയിക്കുന്നതും മേൽഗതിക്ക് ഉപകരിക്കുന്നതും ആരോഗ്യം സംരക്ഷിക്കുന്നതുമായ ജീവിതാവസ്ഥ നമുക്ക് നൽകുവാനാവുക, അതിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും. ഓർക്കേണ്ടത്, നിരന്തരം നമ്മൾ ദൈവസന്നിധിയിൽ പറഞ്ഞു തീർക്കുന്നതല്ല പ്രാർത്ഥന എന്നത്. നാം അത് മകൾ വ്യക്തമായി പറഞ്ഞു, ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്നതാണ് പ്രാർത്ഥന എന്നത്. അത് വചനത്തിലെ സന്ദേശം അതുതന്നെയാണ്. അമ്മ മാതാവ് ദൂതൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ദൂതന് കൊടുക്കുന്ന മറുപടി, നിൻ്റെ വചനം, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നാണ്. നമ്മൾ ഉടമ്പടി എടുക്കുന്ന മക്കൾ എപ്പോഴും ജീവിതത്തോടെ ചേർത്ത് പിടിച്ച് പറയേണ്ടത് ഇതാണ്: എൻ്റെ ജീവിതത്തെ ദൈവഹിതപ്രകാരം പുനഃക്രമീകരിക്കുവാൻ സഹായിക്കണമേ, എൻ്റെ വാശികളിൽ നിന്ന് പിന്മാറുവാൻ എന്നെ സഹായിക്കണമേ, എൻ്റെ പാപാവസ്ഥകളെ ഉപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ, കൂടുതൽ എളിമയോടുകൂടി, കൂടുതൽ നന്മയോടുകൂടി, കൂടുതൽ കാരുണ്യ പ്രവൃത്തികളോടുകൂടി, കൂടുതൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിത രീതിയോടുകൂടി മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ജീവിതത്തിൽ വരുന്ന അടിസ്ഥാനപരമായ കാണപ്പെടുന്ന മാറ്റങ്ങൾ, നമുക്ക് കൈകളിലെത്താത്ത അനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപ്തമാകുന്നതിന് കാരണമായിത്തീരും. പ്രിയമുള്ളവരെ, ഈ അമ്മയും മക്കളും ഒരുപോലെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലൊരു വെളിച്ചവും മാറ്റവും വന്നത്, മേൽഗതി വന്നത്, രോഗങ്ങൾക്ക് സൗഖ്യം വന്നത്, പഠനത്തിൽ പുരോഗതി വന്നത്, കുടുംബത്തിൽ ആത്മീയമായ ഒരു ബലവും സമാധാനവും ലഭിച്ചത് ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോയപ്പോഴാണ്. അതിടയ്ക്കുന്ന് ഉഴപ്പിയപ്പോൾ അതിൻ്റേതായ പ്രതിസന്ധികൾ കുടുംബത്തിലൂടെ കടന്നു പോവുകയും ചെയ്തു. എന്നാൽ തിരികെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ അരികിൽ ജീവിത വിഷയങ്ങൾ കൊടുക്കുമ്പോൾ അമ്മ ഒന്നും ഓർക്കാതെ എല്ലാം മറന്ന് വീണ്ടും കരം പിടിച്ച് ജീവിതത്തെ ഐശ്വര്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും ഈശോയിലൂടെ നയിക്കുന്നതാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തിയത്. ഈ കുടുംബത്തിൽ ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത രീതികൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഈ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് 1000 നന്ദി. എൻ്റെ പേര് ഉഷ. ഞാൻ കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയും ചേട്ടനുമാണ് എന്നെ ആദ്യമായിട്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. 2023 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പോയി. അന്ന് എൻ്റെ വീടിൻ്റെ പണി നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2024 വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി. 2024 ഓഗസ്റ്റ് 23 എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ജോലി സ്ഥലത്ത് നിന്ന് വരുന്ന വഴിക്ക് സ്കൂട്ടറിൽ കാറിടിച്ച് തെറിച്ചു പോയി. തല 2ആയിട്ട് ഇതായി, മുഖം ഒരു ഇവിടുന്ന് അങ്ങ് മറിഞ്ഞ് ഇതായിപ്പോയി. വളരെ വലിയൊരു അപകടമായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നിങ്ങൾക്കൊക്കെ അറിയാം, പ്രശസ്തമായ മെഡിസിറ്റിയിലാണ്. അവിടുന്ന് അവർ പറഞ്ഞു രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, വലിയ മേജർ ഓപ്പറേഷൻ വേണം. എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അവിടുന്ന് എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഡിസ്ചാർജ് വാങ്ങിച്ച് പോയി. അപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ കോളേജ് വരെ എത്താൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ജീവൻ എനിക്ക് തിരിച്ചു തരണം, എനിക്ക് വേറെ ആരുമില്ല. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സ്ട്രോക്ക് വന്ന് കിടപ്പാണ്. 3 വർഷമായി. എൻ്റെ ഹസ്ബൻഡിന് അപകടം സംഭവിച്ചു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭർത്താവിനെ ജീവനോടെ തിരിച്ചു തരണം. എന്താണെങ്കിലും എൻ്റെ സഹോദരി ഭർത്താവ് എൻ്റെ ഹസ്ബൻഡിനെ ഹാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നപ്പോഴേ അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഈ കാശ് രൂപവും കൊന്തയും ഉണ്ട്. ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് ബോധം വീണത്. അത് കഴിഞ്ഞ് വീട്ടിൽ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. 4 മാസത്തോളം റെസ്റ്റായിരുന്നു. ഒരു കട്ടിലയിൽ അമ്മയും മറു കട്ടിലയിൽ ചേട്ടനും. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ എന്ത് ചെയ്യും? നമ്മളെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ സഹായിക്കുന്നതിനൊരു പരിധിയില്ലേ? അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവരും സാധാരണക്കാരാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ? എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു ജോലി സംഘടിപ്പിച്ച് തന്നു. അവിടെ പാലായിലുള്ളൊരു ടീച്ചറിൻ്റെ വീട്ടിലാണ്. ടീച്ചറിന് ഒരു സഹായി വേണം.
അപ്പം അങ്ങനെ ഞാൻ ആ വീട്ടിൽ ജോലിക്ക് ചെന്നു. അവിടെ ചെന്ന് കയറി ഞാൻ പോകുന്നതിന് മുന്നേ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനൊരു ജോലിക്ക് പോവുക, എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ വയ്യാത്ത അമ്മയുണ്ട്, വയ്യാത്ത ഹസ്ബൻഡും ഉണ്ട്. ഇവരെ രണ്ടുപേരെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ നിവർത്തികേട് കൊണ്ടാണ്. അവിടെ ചെന്ന് ഞാനവിടെ കയറി തിരിഞ്ഞു നോക്കി. ഞാൻ നോക്കുമ്പോൾ മാതാവിൻ്റെ വലിയൊരു ഫോട്ടോ മാലയിട്ട്. അപ്പം ഞാൻ ആഹാ, മാതാവ് ഇവിടെ ഉണ്ടല്ലോ, ഇനി എനിക്ക് പേടിക്കണ്ട എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസം ടീച്ചർ എന്നോട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഞാനും പറഞ്ഞു, ഇതാണ് ടീച്ചറെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പം ടീച്ചർ എന്നോടൊരു കാര്യം പറഞ്ഞു, മോളെ വിഷമിക്കണ്ട, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, എൻ്റെ മോടെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞു, മോളെ പാസ്ബുക്ക് ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു എനിക്ക് തരുന്ന പൈസ അക്കൗണ്ട് വഴി ഇടാനായിരിക്കുമെന്ന്. അല്ലായിരുന്നു. ടീച്ചറിൻ്റെ മക്കൾ രണ്ടുപേരും വിദേശത്താണ്. ടീച്ചർ എൻ്റെ വിഷമങ്ങൾ, ഒരുപക്ഷെ അത് മാതാവായിരിക്കും ടീച്ചറിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ടീച്ചർ മക്കളോട് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ചെന്ന 5-ാമത്തെ ദിവസം എൻ്റെ അക്കൗണ്ടിൽ പൈസ അവരിട്ട് തന്നു. ടീച്ചർ പറഞ്ഞു, മോനെ പണിക്കാരെ വിളിച്ച് വീട് പണിതോ. ഞാൻ എൻ്റെ മാതാവിനോട് ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, മാതാവേ അന്ന് ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അവരവിടെ നിന്ന് ഇറങ്ങി മാറാൻ പറഞ്ഞു. ഞാൻ ഈ വയ്യാത്ത അമ്മയെ ആക്സിഡൻറ്റ് പറ്റിയ ചേട്ടനെയും കൊണ്ട് എവിടെ പോകും? എനിക്കെൻ്റെ വീടൊന്ന് നനയാതെ ആക്കി തരണം, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ആ വീട്ടിൽ ചെന്ന് 5-ാമത്തെ ദിവസം എന്നോട് ടീച്ചർ പറഞ്ഞു, വീടിൻ്റെ പണി തുടങ്ങിക്കോ. അവരത് എവിടെ നിന്നൊക്കെയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണാത്ത ആൾക്കാരും ഉണ്ട് എന്നെ സഹായിച്ചത്. ഒരുപാട് പൈസ തന്ന് എൻ്റെ വീട് വാർത്ത് നനയാതെ ആക്കി തന്നു. എൻ്റെ അമ്മ ആ വീട്ടിൽ വന്ന്, എൻ്റെ അമ്മ മരിച്ചിട്ട് ഇന്ന് 3 മാസമായി. ആ വീട്ടിൽ വന്ന് കിടന്ന് സന്തോഷത്തോടെയാണ് എൻ്റെ അമ്മ മരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ താമസിച്ചത്. എൻ്റെ അമ്മയെ മരിച്ചിട്ട് 3 മാസമായതേ ഉള്ളൂ. ഇപ്പം എൻ്റെ ചേട്ടൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു സന്തോഷത്തോടെ, പണി മൊത്തം പൂർത്തിയായില്ല എങ്കിലും ഞാൻ ഇപ്പോഴും ടീച്ചറിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. എനിക്കറിയാം എൻ്റെ മാതാവ് അതിൻ്റെ ബാക്കിയും കൂടി എനിക്ക് ആക്കിത്തരും, തീ കത്തിച്ച് കഴിയാൻ പറ്റും. അതിന് മുന്നേ എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടു പോയി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ വരാൻ സാധിച്ചതും എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടതും ഒക്കെ, ഞാനിന്ന് ആ വീട്ടിൽ താമസിക്കുന്നത് അതൊക്കെ എൻ്റെ മാതാവാണ്. ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. അവസാനമാണ് ഞാൻ ഇവിടെ വന്ന് ഈ തിരുസന്നിധിയിൽ വന്ന് ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എവിടെ കിടക്കും എന്ന് ചോദിച്ചു. എനിക്കെല്ലാം എൻ്റെ അമ്മ മാതാവും ഈശോയും തന്നു. ഞാൻ എല്ലാവരോടും പറയുക, എത്ര പ്രാവശ്യം ചോദിച്ചാലും എന്തൊക്കെയാണെങ്കിലും ഇച്ചിരി താമസിച്ചാണെങ്കിലും മാതാവ് നമുക്ക് സാധിച്ചു തരും. അതിനൊരു മാറ്റവും ഇല്ല, അതിനൊരു സംശയവും വേണ്ട. അമ്മ മാതാവേ എന്നൊന്ന് വിളിച്ചാൽ മതി, നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങൾ അമ്മ കേൾക്കും. അതുപോലെ എൻ്റെ സഹോദരി, അവൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. അവൾ വെളിയിൽ പോകാനൊക്കെ നോക്കുന്നുണ്ട്. അവൾക്കും ഒരു അനുഗ്രഹം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ എനിക്ക് എൻ്റെ അവസ്ഥ കേട്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഒരുപാട് അങ്ങനെ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മരുന്ന് വാങ്ങിക്കാനൊക്കെ ഒരുപാടൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയല്ല, എന്നാലും ഇത്തിരിച്ചേ കൊടുക്കും. പിന്നെ മെഡിക്കൽ കോളേജിൽ മാസത്തിൽ ചോറ് അങ്ങനെ വരും. അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കറികളുമൊക്കെ വെച്ച് ചോറുംപതി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ മാതാവിൻ്റെ പത്രം, അത് ഞാൻ എല്ലാവർക്കും, എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എനിക്ക് അറിയാവുന്ന എല്ലാവർക്കും കൊടുക്കും. അതുപോലെ എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ, എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ വരുന്ന എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന എല്ലാവരോടും മാതാവിൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച്, മാതാവ് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് അറിയാവുന്നവരോടും എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരെയും പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നതാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാറുണ്ട്. ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 5-ാം തിരുവചനം. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണനെ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. അസ്ഥികൾ പ്രവാചകനെ കൊണ്ടുപോയിട്ട്
അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ മനുഷ്യപുത്ര എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭമാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ 37-ാം അധ്യായം. അതുപോലെ ഉഷാകുമാരി തൻ്റെ ജീവിത പങ്കാളി പ്രസാദും കുഞ്ഞിനോടൊപ്പം ഇവിടെ വന്ന് പറയുന്ന ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മയെല്ലാം കോരിത്തരിപ്പിക്കുന്നതാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരങ്ങൾ വളരെയധികം ലഘൂകരിച്ചു കൊടുത്ത് വളരെ സാധ്യതകളുടെ ഒരു പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി പ്രാർത്ഥന എന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു വലിയ ദൈവാനുഭവമാണ് ഉഷാകുമാരിയുടെ പങ്കുവച്ചത്. ഉഷാകുമാരിയുടെ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയപ്പോൾ അവർക്കുണ്ടായ ഒരു വലിയ തകർച്ചയിൽ നിന്ന് നമുക്കൊരു ദൈവവചനം ഓർത്തെടുക്കാം. നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുരു അവരോട് പറഞ്ഞത്. ഒരു വലിയ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും കൊടുത്തുകൊണ്ടാണ്. സ്ട്രോക്ക് വന്ന അമ്മയും ആക്സിഡൻറ്റ് മൂലം 40 സ്റ്റിച്ച് ഇട്ട ഒരു വലിയ അപകടം ഞങ്ങളെ ആ വീഡിയോ കാണിക്കുകയായിരുന്നു. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സഹോദരി പറഞ്ഞതുപോലെ ജീവൻ തിരിച്ചു കിട്ടാൻ യാതൊരു സാധ്യതകളുമില്ല. ഇത് വൈദ്യശാസ്ത്രം കൈവിട്ട ഒരു കേസാണ്. അവർ ഓപ്പറേഷൻ സർജറി ചെയ്യുമ്പോൾ തന്നെ ആയാലും അവർ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ഇദ്ദേഹത്തിന് ഈ സഹോദരി കൃത്യമായി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും പരിശുദ്ധ അമ്മയിൽ ശരണം വെച്ച് മധ്യസ്ഥം അപേക്ഷിച്ച് ഈശോ വളരെയധികം ശക്തമായി ഹീലിംഗ് നൽകിയ ഒരു സാക്ഷ്യമാണിത്. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ കണ്ണു തുറക്കുകയും ബോധത്തിലേക്ക് വരികയും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം ഡിസ്ചാർജായി. വളരെ അത്ഭുതകരമായ വിധത്തിൽ അദ്ദേഹം ഇന്ന് ജോലിക്ക് പോയി തുടങ്ങി എന്ന ഒരു വലിയ സാക്ഷിയുമാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ 0 ആകുമ്പോൾ ആ ഒരു തകർച്ചയിലൂടെ ഉഷാകുമാരിക്കൊരു ജോലി ലഭിക്കുന്നു. ജോലിക്ക് പോയ ആ വീട്ടിലുള്ള ടീച്ചർ അവരുടെ വീട് പണിയാനുള്ള സാധ്യതകളും അവർ പരിശുദ്ധ അമ്മയെ കൂടുതൽ ആഴമായി സ്നേഹിക്കുവാനും ഈശോ രക്ഷകനാണെന്ന് ഏറ്റുപറയാനുമുള്ള ഒരു വലിയ കൃപ അവർക്ക് ലഭിക്കുന്നതാണ് ഈ വലിയ സാക്ഷ്യം. നമ്മൾ എത്ര തന്നെ മുട്ടാത്ത വാതിലുകളില്ല എന്ന് സഹോദരി ഏറ്റുപറയുകയായിരുന്നു. നമ്മുടെ എല്ലാ വാതിലുകളും അടയുമ്പോഴാണ് സ്വർഗവാതിൽ ഈശോ നമുക്കായി തുറന്നു തരുന്നത്. അതാണ് ഉടമ്പടി, നിത്യതയിലേക്കുള്ള വഴിയാണ്, നിത്യതയാണ് ഉടമ്പടി എന്ന പ്രാർത്ഥന. ഉഷാകുമാരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് മൈക്കിൾ ജോയ്. ഞാൻ തോപ്പുംപടി സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടഭാഗമാണ്. ഞാൻ 2018 ഈ പരിശുദ്ധ കൃപാസന സന്നിധിയിൽ എത്തുന്നത്. ഒരു കൃപാസനം പത്രം എൻ്റെ കയ്യിൽ ലഭിച്ചതോടെയാണ് എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ള കൃപ ഈ കൃപാസനത്തിലൂടെ എനിക്ക് ഉണ്ടായത്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ കൃപാസനത്തിന് വന്നതുകൊണ്ട് മാത്രം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ. അതിൽ 1-2 ഞാനിവിടെ പറയുകയാണ്. ഞാനൊരു ഫിനാൻസ് മാർക്കറ്റിംഗ് ആണ്, എൻ്റെ കൺസൾട്ടൻസിയാണ്, സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ 2011 മുതൽ എൻ്റെ വീടിൻ്റെ മേളിലേക്കുള്ള 2ാം നില എടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ഓരോ പ്രാവശ്യം ശ്രമിക്കുമ്പോഴും അത് നടക്കാറില്ലായിരുന്നു. പക്ഷേ ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ സാമ്പത്തികമായിട്ട് എവിടെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്യും. പക്ഷേ ഞാൻ വിചാരിക്കുന്ന രീതിയിലൊന്നും കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല. 2024 2ാം മാസത്തോടെ ഞാൻ പരിശുദ്ധ ഉടമ്പടിയിൽ ഞാൻ ഈ കാര്യം അമ്മയോട് അവതരിപ്പിച്ചു. വിത്തിൻ 2 months എനിക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ കൃപകളും അമ്മ എനിക്ക് അതിനൊരുക്കി തന്നു. ഞാൻ വളരെ നല്ലൊരു ഭവനം, അതായത് എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു നല്ല ഭവനം എനിക്ക് തീർക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കൃപയോടുകൂടി എനിക്ക് സാധിക്കുകയും അതോടുകൂടി അതിനുള്ള എല്ലാ സാമ്പത്തികവും എനിക്ക് എൻ്റെ ബിസിനസ്സിലൂടെ എനിക്ക് എൻ്റെ അമ്മ തരികയും ചെയ്തു. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. രണ്ടാമത്
ഞാൻ 2018 മുതൽ ഇവിടെ 2 വീലറിലാണ് ഞാനും എൻ്റെ വൈഫും കൂടി വന്നുകൊണ്ടിരുന്നത്. ഏകദേശം 1.5 മണിക്കൂർ യാത്ര വൺ സൈഡ് ഉണ്ടാവാറുണ്ട്. ഈ കഴിഞ്ഞ 2024 ഒരു വൈഫിന് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ബൈക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കാതെ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു പഴയ ഒരു വാഹനം, ഒരു കാറ് വാങ്ങിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമെന്ന് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചു. പക്ഷേ 90 ദിവസം തികയുന്നതിന് മുന്നേ ആയിട്ട് എനിക്കൊരു പുതിയ വാഹനം വാങ്ങിക്കാനായിട്ട്, അതായത് ഞാൻ വാങ്ങിച്ചത് i20 ഫുള്ളി ഓട്ടോമാറ്റിക് വണ്ടിയാണ് വാങ്ങിച്ചത്. ഞാൻ സാധാരണഗതിയിൽ എനിക്ക് ലോൺ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, എനിക്ക് ലോൺ എടുത്ത് വണ്ടി വാങ്ങിക്കാനുള്ള എനിക്ക് അതിനുള്ള മാനസികാവസ്ഥയില്ല, കാരണം എല്ലാ മാസവും ലോൺ എടുക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ആ ഒരു 3 months കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ ആ ഫണ്ട് എൻ്റെ അമ്മ ഒരു കാർ വാങ്ങിക്കാനുള്ള ഫണ്ട് എനിക്ക് തന്നിട്ടാണ് ഞാൻ ഷോറൂമിലേക്ക് പോയത്. അത് ആ അമ്മ എനിക്ക് സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജന്മദിനമായ സെപ്റ്റംബർ 8 ഞാൻ എഗ്രിമെൻ്റ് സൈൻ ചെയ്തു. ഞാൻ വണ്ടി വാങ്ങിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ കാറ് വാങ്ങിച്ചെങ്കിലും എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ലൈസൻസ് ഉണ്ട്, എങ്കിൽ പോലും എനിക്ക് ഡ്രൈവിങ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ മനസ്സിൽ കണ്ട പോലെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചത്. ഞാൻ വണ്ടി വാങ്ങിച്ച് വീട്ടിലിട്ട് പല രാത്രികളിലും ഞാൻ പല ആളുകളുടെ കൂടെ ഞാൻ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോയി വണ്ടി ഓടിക്കാൻ ശ്രമിക്കും, പക്ഷെ നടക്കാറില്ല. പലപ്പോഴും 3-4 പേര് എൻ്റെ ഒപ്പം വന്നിട്ട് അവരെല്ലാം എന്നോട് ദേഷ്യപ്പെട്ട് പോകാനുണ്ട്. അവർ പറയുന്നത് പോലെ വണ്ടി ഓടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഓരോ ദിവസവും വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് വിളിച്ച് പറയും, ഇന്ന് രാത്രിയിൽ വണ്ടി ഓടിക്കാൻ പോകണം. അപ്പോൾ കുഞ്ഞു കുട്ടികൾ നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ബാത്റൂമിൽ പോകാൻ തോന്നുന്നു, അങ്ങനെയുള്ള ഓരോരോ ഉള്ളിൽ നിന്നും വേർക്കലും പിടിക്കലും ഒക്കെ ആയിരുന്നു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേർത്ത്, AC വണ്ടിയാണെങ്കിലും ഞാൻ വേർത്ത് പോകുമായിരുന്നു, എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ചയോളം വണ്ടി വീട്ടിലിട്ടപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, എന്തിനാണ് ഇത് വാങ്ങിച്ചിടാൻ പോയത്, ഇത് എന്തിനു വേണ്ടി ഇട്ടിരിക്കാന്നൊക്കെ ചോദിച്ചു. ഞാൻ മാനസികമായിട്ട് തളർന്നു പോയി. എൻ്റെ മോനും പറഞ്ഞു, ഇത് എന്തിനു വേണ്ടി വാങ്ങിച്ച? അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി വാങ്ങിച്ചാണ്, പക്ഷേ എനിക്ക് വേണ്ടിയാന്ന് അവൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ വന്ന് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ ഈ ഒരു 2-3 ദിവസം കൊണ്ടിട്ട് ഞാൻ വണ്ടി എനിക്ക് നന്നായിട്ട് പഠിക്കാനും വണ്ടി റോട്ടിൽ ഇറക്കി ഓടിക്കാനുമുള്ള കൃപ എനിക്ക് തരണം ഇത്. കാരണം ഞാൻ അമ്മയോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് വണ്ടി കിട്ടിയത്, പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഏകദേശം 2-3 മണിക്കൂർ ഞാൻ ഈ പരിശുദ്ധ തിരുസന്നിധിയിൽ ഞാൻ ഇരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, വണ്ടിയിൽ കയറിക്കോളാൻ പറഞ്ഞു. വണ്ടി ഞാൻ മുന്നോട്ടെടുത്തു. എല്ലാ ഇട റോഡുകളിലും വലിയ റോഡുകളിലൊക്കെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. യാതൊരു ഭയപ്പാട്. ഞാൻ പരിശുദ്ധ അമ്മയോട് എൻ്റെ വണ്ടിയുടെ അകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് മുന്നിലും പുറകിലെല്ലാം പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനല്ല വണ്ടി ഓടിക്കുന്നത്, അമ്മയായിരിക്കും വണ്ടി ഓടിക്കുന്നത്, എന്നെ കാത്തുകൊള്ളണം. അതോടൊപ്പം ഞാൻ വണ്ടി എടുക്കുമ്പോൾ പരിശുദ്ധ തൈലം ഞാൻ വണ്ടിയുടെ മുന്നിലും സൈഡിലും കോർണറിലും എല്ലാ ഭാഗത്തും ഞാൻ ഇടായിരുന്നു. അപ്പോൾ എൻ്റെ മകൻ എൻ്റെ അടുത്ത് പറയും, എണ്ണ പറ്റേണ്ട ആവശ്യമൊന്നുമില്ല, വണ്ടി നല്ല രീതിയിൽ ഓടിച്ചാൽ മതി എന്ന് പറയും. അപ്പം ഞാൻ ചിരിക്കും. പക്ഷേ എൻ്റെ വണ്ടി ഓടിക്കുന്നത് ഞാൻ എവിടെ പോയാലും എത്ര ദൂരെ പോയാലും എനിക്ക് ഇപ്പോൾ യാതൊരു ഭയമില്ല. 4 ദിവസം 5 ദിവസം കൊണ്ടിട്ട് കിലോമീറ്ററുകളോളം എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് എൻ്റെ അമ്മ, എൻ്റെ കൃപാസന അമ്മ എനിക്ക് അതിനുള്ള കൃപ തന്നു. ഞാനിപ്പോൾ എല്ലാ പ്രാവശ്യവും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കൊരു 2 വീലർ ഉണ്ട്. ആ 2 വീലർ 2,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിലെനിക്ക് തോന്നുന്നത് 2 ലക്ഷം കിലോമീറ്റർ ഞാൻ കൃപാസനത്തിൽ വന്നത് മാത്രം ഓടി വന്നതാണ്. ഇപ്പം എൻ്റെ പുതിയ കാറ് ഈ 3 മാസം സെപ്റ്റംബറിലാണ് ഞാൻ വണ്ടി എടുത്തത്. ഈ 3 മാസം കൊണ്ട് 3,500 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ 3,000 കിലോമീറ്റർ എൻ്റെ പരിശുദ്ധ അമ്മയെ കാണാൻ വേണ്ടി മാത്രം വന്നതാണത്.
അതിനുള്ള കൃപ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന്. പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ ഒരിക്കലും സ്റ്റാറ്റസ് ഇടാറില്ലായിരുന്നു. ആ സ്റ്റാറ്റസിൽ എൻ്റെ പരിശുദ്ധ അമ്മയുടെ സ്റ്റാറ്റസ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അപ്പം ഞാൻ അതിന് താഴ്ത്ത് ഞാനൊരു ക്യാപ്ഷൻ കൊടുക്കും, എൻ്റെ കൃപാസനം അമ്മ എന്ന്. അപ്പം ഞാനിവിടെ പലപ്പോഴും വരുമ്പോഴേക്കും എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് നിൻ്റെ കൃപാസനം അമ്മയെ, അതെവിടുത്തെ അമ്മയാന്ന് ചോദിക്കും. പക്ഷെ ഞാൻ എൻ്റെ അമ്മയോട് പറയും, എൻ്റെ സ്വന്തം അമ്മയെ പോലും എൻ്റെ അമ്മയെന്ന് എനിക്ക് വിളിക്കാനുള്ള അവസരം എനിക്ക് വളരെ കുറവായിരുന്നു. പരിശുദ്ധ കൃപാസനമ്മയുടെ ഈ പരിശുദ്ധ സന്നിധിയിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ കൃപാസനമ്മ, എൻ്റെ അമ്മയെന്ന് ഞാൻ വളരെ സ്വരത്തിൽ ഞാൻ വിളിച്ചപേക്ഷിക്കും. അതിനുള്ള കൃപ എൻ്റെ ബിസിനസ്സിലാണെങ്കിലും എൻ്റെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ ഭാര്യയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം പരിശുദ്ധ അമ്മ എനിക്ക് ഈ പരിശുദ്ധ സന്നിധിയിൽ വന്നതിന് ശേഷം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല പല പ്രശ്നങ്ങളിൽ നിന്നും പല പല അപകടങ്ങളിൽ നിന്നും എന്നെ പരിശുദ്ധ അമ്മ കാത്തു പരിപാലിച്ചിട്ടുണ്ട്, എന്നെ എൻ്റെ കുടുംബത്തെയും. ഞാൻ ചാരിറ്റി ആയിട്ട് ചെയ്യുന്നത്, ഞാൻ കൃപാസനം പത്രം പല സ്ഥലങ്ങളിൽ 50-60 കിലോമീറ്ററിൽ 2 വീലറിൽ പോയിട്ട് ആരും കയറാത്ത ഉൾപ്രദേശങ്ങളിൽ കാടിനിടയിലൂടെയൊക്കെ ഇടവഴിയിലൂടെ കയറി ഞാൻ ഒരുപാട് ഞാൻ ഇവിടെ നമ്മൾ പുതുക്കുമ്പോൾ 3 കെട്ട് പത്രമായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യവും വന്നിട്ട് 3 കെട്ട് 10 കെട്ട് അങ്ങനെയുള്ള രീതിയിൽ ഞാൻ കൊണ്ടുപോയി എല്ലാ ഉൾപ്രദേശങ്ങളിൽ. ഞാൻ പലരും എന്നോട് കഴിഞ്ഞ മാസം എന്നോടൊരു ചേച്ചി പറഞ്ഞു പത്രം കൊടുത്തപ്പോൾ, ഇതെല്ലാം കൃപാസനെല്ലാം പൂട്ടിക്കെട്ടേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞ? ആരോ പറഞ്ഞു ഇങ്ങനെ മാതാവ് സഹരക്ഷയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അമ്മയോട് വിവരിച്ചു കൊടുത്തു, ആ ചേച്ചിയോട് വിവരിച്ചു കൊടുത്തു. അവർ ഒരുപാട് ആളുകൾ അതിനിടയിൽ കൂടിയിട്ട് ഒരുപാട് എനിക്ക് നെഗറ്റീവായിട്ട് കമൻസൊക്കെ പാസ്സാക്കിയെങ്കിലും അവരെല്ലാവരെയും ഓവർകം ചെയ്തുകൊണ്ടിട്ട് മുന്നോട്ട് പോകാനായിട്ടും, അതോടൊപ്പം ഞാൻ പത്രം കൊടുത്ത ആ ചേച്ചി ആ പത്രം സ്വീകരിക്കുകയും അവർ സന്തോഷത്തോടെ എന്നെ പറഞ്ഞയക്കും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് ഈ പത്രം കൊടുക്കുന്നതിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണി പോയപ്പോൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് കുറച്ച് കെട്ട് പത്രം വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് വേളാങ്കണ്ണിയിൽ തമിഴ് പത്രം കൊണ്ടുപോയി ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ പലരോടും, ഞാൻ ഒറ്റയ്ക്കാണ് പത്രം കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പലരോടും പറയും, ഞാൻ അമ്മയുടെ പരിശുദ്ധ കൃപാശ്രമയുടെ പ്രേഷിതനാണ്. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കും എൻ്റെ ജോലി എന്താണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു പ്രേഷിത പ്രവർത്തകനാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൂടാതെ ഞാൻ ചാരിറ്റി ചെയ്യുന്നത്, ഞാൻ പലർക്കും എല്ലാ മാസവും മരുന്ന് വാങ്ങിക്കാനും ഭക്ഷണത്തിനുള്ള വകയും ഞാൻ പല സ്ഥലത്തായിട്ട് പലർക്കായിട്ട് കൊടുക്കാറുണ്ട്. അതുകൂടാതെ ഞാൻ കുഞ്ഞുമക്കൾക്ക്, അതായത് വസ്ത്രങ്ങളില്ലാത്ത കുഞ്ഞുമക്കൾ, ഭക്ഷണത്തിന് വിഷമിക്കുന്ന കുഞ്ഞുമക്കൾ, ഇപ്പം ചില കുഞ്ഞുങ്ങൾ വളരെ നല്ല രീതിയിൽ വളരെ നല്ല ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്, ഞാൻ അവർക്കെല്ലാം നല്ല ചോക്ലേറ്റ്, അതായത് സിൽക്കി അങ്ങനെയുള്ള നല്ല മിഠായികളൊക്കെ വാങ്ങിച്ചു, വില കൂടിയ മിഠായികളൊക്കെ വാങ്ങിച്ചു കൊടുക്കും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ഞാനൊരു കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടൊരു സംരംഭം ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ജോലിയെടുത്തു, എൻ്റെ പണം കൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കുക, അവർക്ക് വേണ്ടിയിരുന്ന ഭക്ഷണ കാര്യങ്ങൾ കൊടുക്കുക, ഡ്രസ്സുകൾ കൊടുക്കുക. ഇതെല്ലാമാണ് എൻ്റെ ചാരിറ്റിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഞാൻ പരിശുദ്ധ കൃപാസനത്തിൽ വന്നത് മുതലാണ് ഞാൻ പള്ളിയുടെ അകത്ത് കയറാൻ തുടങ്ങിയതും കൊന്ത എത്തിക്കാൻ തുടങ്ങിയതും. ഇന്ന് ഞാൻ ഒരു ദിവസം ചിലപ്പോൾ 10 കൊന്ത വരെയൊക്കെ ഞാൻ ചെല്ലാറുണ്ട്. ഒരു കൊന്ത പോലും എത്തിക്കാതിരുന്ന ഞാനാണ്. അതിനുള്ള കൃപ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. പിന്നെ കൂടാതെ ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട്, അല്ലെങ്കിൽ ഒരുപാട് പേര് കൂടുതലിരിക്കുന്നിടത്താണെങ്കിലും പരിശുദ്ധ കൃപാശ്രമയുടെ ആ ഒരു പേര് ഞാൻ അവിടെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്യാറുള്ളൂ. പിന്നെ പലരോടും ഞാൻ ഒരുപാട് പേര് ഞാനിവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പലർക്കും പല അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് വന്നു പോയിട്ടുള്ളവരുണ്ട്. ഇപ്പോഴും ഞാൻ പലരെയും ഇവിടെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പരിശുദ്ധ കൃപാസനമ്മ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. ഞാൻ എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞപ്പോഴേക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് ആ സമയത്ത് എൻ്റെ അമ്മ തന്നു. നല്ല രീതിയിൽ ഉള്ളിലെല്ലാം നല്ല ഇൻറ്റീരിയറിലൊക്കെ ചെയ്തു, നല്ല രീതിയിൽ ചെയ്തു. അതിനുശേഷം എൻ്റെ വീടിന് ഞാനൊരു പേര് വിട്ടു, കൃപാസനം. ആ വീടിൻ്റെ മുന്നിൽ ആര് പോയാലും കൃപാസനം എന്നൊരു ആ പേര് ഉച്ചരിച്ചാൽ മാത്രമേ ആ സൈഡ്, കാരണം ഒരു റോഡിൻ്റെ കോർണറിലായിട്ടാണ് നിൽക്കുന്നത്, ഫ്രണ്ടിലെ റോഡാണ്. എല്ലാവരും ഇതെല്ലാം വായിച്ചതിന് ശേഷം ആണ് പോകുന്നത് കൃപാസനം.
എല്ലായിടത്തും കൃപാസനം ഞാൻ എൻ്റെ നാവിൽ ഞാൻ ഒരു നിമിഷം എൻ്റെ ശ്വാസം വിടുമ്പോൾ പോലും ഞാൻ എൻ്റെ കൃപാസനം എന്ന് ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്. ഉറക്കത്തിലും ഊണിലും എവിടെ നിന്നാലും ഇരുന്നാലും എപ്പോഴും പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ, എൻ്റെ നിഴലായിട്ട് എപ്പോഴും എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ മക്കളോടൊപ്പം ഉണ്ട്, എൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ട്, ഞാൻ സഹായിക്കുന്ന മക്കളോടൊപ്പം ഉണ്ട്. ദൈവത്തിന് നന്ദി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. ഉടമ്പടിയിൽ ജീവിക്കുന്ന മൈക്കിൾ ജോയ് എന്ന ഈ സഹോദരൻ തൻ്റെ വലിയ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. ഈ സഹോദരൻ വളരെ ദേവാലയത്തിൽ നിന്നും, ദേവാലയ ശുശ്രൂഷകളിൽ നിന്നും, വിശ്വാസത്തിൽ നിന്നും അകന്നു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് പരിശുദ്ധ അമ്മ അദ്ദേഹത്തെ ആകർഷിച്ചുകൊണ്ട് വചനം പറയുന്നത് പോലെ, ഞാൻ അവളെ വശീകരിച്ച് വനാന്തരങ്ങളിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും, ഞാൻ അവൾക്ക് ആക്കോർ താഴ്വര നൽകുമെന്നെല്ലാം നാം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ഇന്ന് അദ്ദേഹം വളരെ സമൃദ്ധമായ ആധ്യാത്മികതയുടെ സമൃദ്ധിയിൽ അദ്ദേഹം മുങ്ങിത്താഴുന്ന ഒരു അനുഭവത്തിലാണ് ഈ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത്. പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഇന്ന് ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പറയാൻ മാത്രമുള്ള ഒരു ആധ്യാത്മിക ഡിസിപ്ലിൻ, ഒരു വിശ്വാസവും വിശ്വസ്തതയും അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വീടുപണി പൂർത്തിയാകാൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം കൊച്ചുകുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. വാഹനം ഓടിക്കാൻ സാധിക്കാതെ വന്നപ്പോഴും കൊച്ചുകുഞ്ഞിനെ പോലെ തന്നെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കിത് സാധിക്കുന്നില്ലല്ലോ. ഈശോ തന്നെ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ആത്മാവിൽ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. നാം ആത്മാവിൻ്റെ ശുദ്ധിയോടുകൂടി ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്വർഗം തന്നെ കാണുവാനായിട്ട് നമുക്ക് ഈശോ ഇടവരുത്തുന്നത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളെ പോലെയാകുമ്പോൾ നാം ഈശോ നമുക്കെല്ലാം പ്രദാനം ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കാം. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ്, ഒരു ഫിനാൻസ് മാർക്കറ്റിംഗ് പേഴ്സണാണ് അദ്ദേഹം. വളരെ വലിയ ഒരു പദവി സമൂഹത്തിലുണ്ടെങ്കിലും അതിനെയെല്ലാം ആ സ്റ്റാറ്റസ് ലോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് വളരെ ചെറുതാക്കിയപ്പോഴാണ് പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയാനുള്ളൊരു വലിയ കൃപ ലഭിച്ചപ്പോഴാണ് അദ്ദേഹം അടിക്കടി ഉയർന്നുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും കാരുണ്യ പ്രവൃത്തികളുടെയും നിലവാരം ഉയർത്തുകയും അന്വേഷിച്ച് കണ്ടെത്തി പത്രം കൊടുക്കുവാനും ഈശോയെ അറിയിക്കുവാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുവാനൊക്കെയുള്ള വലിയ കൃപ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദൈവവിളി, ഉടമ്പടി എടുക്കുമ്പോഴുള്ള നമ്മുടെ വിളിയെ നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി നമുക്ക് എപ്പോഴും മുന്നേറുന്നതിനും നിത്യതയോളം ഈശോയെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവർക്ക് നിത്യതയുടെ വഴി കാണിച്ചു കൊടുക്കുന്നതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മൈക്കിൾ ജോയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.